ഹായ് ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റ് ഇന്ന് ജോലിക്ക് പോകേണ്ട ദിവസമല്ലേ, തിങ്കളാഴ്ചയല്ലേ. രാവിലെ എണീറ്റ് ചായ വെച്ചു. ഫസ്റ്റ് പറയട്ടെ, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ, എന്നും ചെയ്യണ പോലെ. അത് കഴിഞ്ഞത് ചായക്ക് വെച്ചു, അരി കുക്കറിലിട്ടു. റേഷൻ്റെ മട്ടരിയാണ്, അതുകൊണ്ട് കുക്കറിലിടും നമ്മൾ. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇത്തിരിക്കണം, അത് ചൂടാക്കി വെച്ചു. ഇന്നത്തെ ബീഫ് ഉണ്ടായിരുന്നല്ലോ, അതും ചൂടാക്കി വെച്ചു. പിന്നെ ഇത്തിരി മീൻ ഉണ്ടായിരുന്നു, നല്ല വറുത്ത മീൻ, അതും ചൂടാക്കി വെച്ചു കേട്ടോ. പിന്നെ കൊപ്പക്കായ ഒരു കഷ്ണം, അപ്പോൾ വേറെ കറിയൊന്നും ഇല്ല, അപ്പോൾ ഒരു ചെറിയ കൊപ്പക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വേവിക്കാൻ വെച്ചു. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ പൊളിച്ച് കാച്ചാൻ നോക്കാമല്ലോ. അപ്പോഴേക്കും കുക്കർ 5-6 വിസിലടിച്ചതിന് ശേഷമാണ് ഞാനത് തുറന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചു. അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് അവിടെ നിൽക്കും, അതുകൊണ്ട് ഞാനത് തിളപ്പിച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റാൻ വെച്ചു. അതിങ്ങനെ ഊറ്റാൻ വറക്കാൻ സത്യം പറഞ്ഞാൽ കുക്കറിൽ നിന്ന് വറക്കാൻ എനിക്കറിയില്ല. ചിലരൊക്കെ വറക്കണ കണ്ടിട്ടുണ്ട്, പക്ഷെ കുക്കറിൽ നിന്ന് നേരിട്ട് വറക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കയ്യിലോട്ടുകൊണ്ട് വെച്ച് ഊറ്റിയെടുക്കും. അങ്ങനെ അത് ഊറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ കൂട്ടാൻ കാച്ചാൻ നോക്കി. അപ്പോഴേക്കും കൊപ്പക്കായൊക്കെ വെന്തുണ്ടായിരുന്നു. എന്നിട്ട് കൂട്ടാൻ കാച്ചാൻ നോക്കിയപ്പോഴേ കൊപ്പക്കായ കനച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റണില്ല, അതവസ്ഥ. അപ്പോൾ കാച്ചിയില്ല, ഉള്ളിമുളക് മൂപ്പിച്ച് വന്നായിരുന്നു, പക്ഷെ കാച്ചിയില്ല, അടുത്ത് കാട്ടി കളഞ്ഞു. എന്നിട്ട് ഇതേ പിള്ളേർക്ക് ചോറും ഇതൊക്കെ റെഡിയാക്കി. ഉണ്ണിക്ക് ചോറും സാമ്പാറും, സത്യക്ക് ചോറുണ്ട്. പിന്നെ അവൾക്ക് ബീഫ് ഉണ്ടായിരുന്നു, ഇനി ആരും കഴിക്കില്ല ബീഫ്, അപ്പോൾ ഞാനത് ക്ലാസ്സിലേക്ക് കൊടുത്തേച്ചു അവൾക്ക്. അവൾ കൊണ്ടുപോയി പിള്ളേരോട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്കുള്ള ചോറും സാമ്പാറും ഒക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പം തത്തയുടെ പിറന്നാളല്ലേ നേരുന്നേ. അപ്പോൾ ഞാൻ വരുമ്പോൾ ചെറിയൊരു കേക്ക് മേടിച്ചുകൊണ്ടുവന്നു, ചെറുത്, നമ്മൾ മാത്രമല്ല ഉള്ളോ, ചെറുത്. കുറച്ച് മിഠായി ലഡുവൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ചെറുതായിട്ട് ഒന്ന് ആഘോഷിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല, വേറൊരു ആഘോഷമില്ല. കേക്ക് കട്ട് ചെയ്തു, മിഠായിയും ഇതൊക്കെ ആയിട്ട് അവരത് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചു, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കടന്നു പോയത് കേട്ടോ. പിന്നെ അത് വൈകിട്ട് ഊണൊക്കെ കഴിഞ്ഞു, നമ്മളിതേക്ക് എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കണം.